ഇയാനി ക്രിയേഷൻസിൻ്റെ 42ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ തയ്യൽ മെഷീനിൽ മോട്ടർ എങ്ങനെ കണക്ട് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഞാനിപ്പോൾ സാധാരണ മെഷീനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ പറ്റിയ മോട്ടറാണ് ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യമേ ഈ മോട്ടർ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് ഭാഗമായിട്ടാണ്. നമ്മളിപ്പോൾ മോട്ടർ വാങ്ങിക്കുമ്പോൾ ഇത് രണ്ട് ഭാഗമായിട്ടായിരിക്കും ആ കവറിൽ ഉണ്ടാവുന്നത്. ഇത് നമ്മൾ കാല് ചവിട്ടുന്ന ഭാഗമാണ്. ഇതിങ്ങനെ പ്രസ്സാകും. നമ്മൾ അടിയിൽ വെക്കുന്ന ഭാഗമാണിത്. ഇതാണ് ഇതിൻ്റെ മോട്ടർ. ഈ മോട്ടറാണ് നമ്മൾ ഈ ഭാഗത്ത് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന മോട്ടർ 120 വാട്ടിൻ്റെയാണ്. ഇതിപ്പോൾ ഒരു സാധാരണ മെഷീനിൽ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ നമുക്ക് തയ്ക്കുന്ന സാധാരണ മെഷീനിൽ ഉപയോഗിക്കുന്ന മോട്ടറാണ്. സിംഗിൾ മോട്ടർ മതി, വലിയ മോട്ടറിൻ്റെ ആവശ്യമില്ല. 120 വാട്ടിൻ്റെ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ മോട്ടർ വാങ്ങിക്കുമ്പോൾ ഇത് രണ്ട് ടൈപ്പ് മോട്ടർ ഉണ്ട്. ഒന്ന് വളരെ വില കുറഞ്ഞതും ഉണ്ടാവും, പിന്നെ രണ്ടാമത്തെ ടൈപ്പ് കുറച്ച് വില കൂടിയതുണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും വാങ്ങിക്കുമ്പോൾ കുറച്ച് വില കൂടിയത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം വില കുറഞ്ഞതാകുമ്പോൾ അതിന് ഷോക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഷോപ്പിൽ ചെല്ലുമ്പോൾ അവിടെ ചോദിക്കുക, അവിടുത്തെ ആൾക്കാരോട് ചോദിക്കുക, ഷോക്ക് അടിക്കാത്ത ടൈപ്പ് തന്നെ വേണമെന്ന് പറഞ്ഞ് വേണം വാങ്ങിക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ ചവിട്ടുമ്പോൾ നമുക്ക് ഷോക്ക് ഏൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ വില കുറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ അത് കേടാകുകയും പിന്നെ അതിൻ്റെ സ്പീഡ് കുറഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും വാങ്ങിക്കുമ്പോൾ ഏറ്റവും ലോ പ്രൈസ് വാങ്ങിക്കരുത്, കുറച്ച് കൂടിയത് വാങ്ങിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഫിക്സിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. ആദ്യം നമുക്ക് ഈ ഭാഗം ഒന്ന് ഇതിങ്ങനെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ ഈ രണ്ട് അറ്റത്തും 2 വാഷർ വീതം ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരെണ്ണം, ഇതുപോലെ ഇവിടെ ഒരെണ്ണം. ഇത് ഇട്ടിട്ട് വേണം ഈ ഭാഗം ഇങ്ങോട്ടേക്ക് വെക്കാനായിട്ട്. ഓക്കെ, ഇത് വെച്ച് കഴിഞ്ഞു. ഇനിയും ഒരു വാഷർ ഇടാം. 2 സ്ഥലത്തും ഓരോ വാഷർ വീതം ഇടാം. എന്നിട്ട് ഇത് നമുക്ക് ടൈറ്റ് ചെയ്യാം. ഇനി നമ്മളിതിൻ്റെ മിഡിലായിട്ട് ഇതൊന്ന് മുറുക്കി കൊടുക്കുക. അതായത് ഈ അറ്റത്തേക്കും പോകാൻ പാടില്ല, ഈ അറ്റത്തേക്കും പോകാൻ പാടില്ല. ഇതിൻ്റെ മിഡിൽ വെച്ചിട്ട് വേണം നമുക്കിത് മുറുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇത് മിഡിൽ വെച്ചിട്ട് മുറുക്കി. അതുപോലെ തന്നെ നമുക്ക് ഈ അടിയിലെ നെട്ടും മുറുക്കി കൊടുക്കുക. നടുക്ക് വെച്ചിട്ട് വേണം മുറുക്കാനായിട്ട്. രണ്ടറ്റത്തോട്ടും പോകാൻ പാടില്ല. അപ്പോൾ ഇത് നമ്മൾ മുറുക്കി കഴിഞ്ഞു. നമുക്കിനി ഇതൊരു പ്ലെയർ കൊണ്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കൈക്ക് ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് അത് ടൈറ്റ് ആവില്ല. ഒരു പ്ലെയർ കൊണ്ട് വേണം ഇതൊന്ന് ടൈറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ അപ്പോൾ ഇതെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ ബെൽറ്റ്, അതായത് ഈ മോട്ടറിൻ്റെ ഈ ബെൽറ്റ് നമ്മൾ ഈ ഭാഗത്ത് ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നമ്മൾ മെഷീനിൽ ചവിട്ടി തയ്ക്കാൻ ഉപയോഗിക്കുന്ന ഈ ബെൽറ്റ് ആദ്യമേ അഴിച്ചു മാറ്റണം. എന്നിട്ട് വേണം നമ്മൾ ഈ ബെൽറ്റ് ഇതിലേക്ക് ഈ ഗ്യാപ്പിലേക്ക് കയറ്റാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ബെൽറ്റ് ഒന്ന് മാറ്റുകയാണ്. ഈ ബെൽറ്റ് ഞാൻ മാറ്റി. നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇത് നമുക്കിങ്ങനെ തന്നെ താഴത്തേക്കിടെ. ഇത് നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റരുത്. കാര്യം കറണ്ട് പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ബെൽറ്റ് മാറ്റി നമുക്ക് ഇതിട്ട് ചവിട്ടി തയ്ക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റരുത്. ഇത് ഇവിടെ തന്നെ ഇങ്ങനെ കിടന്നോളും. നമുക്ക് ഈ ബെൽറ്റ് ഈ ഗ്യാപ്പിലേക്ക് കയറ്റണം. 2 മെത്തേഡുകൾ നമുക്കിത് കയറ്റാം. ഒന്നെങ്കിൽ നിങ്ങൾക്കിത് ഈ ഒരു ഗ്യാപ്പിലൂടെ ഇങ്ങനെ തിക്കി, അതായത് 2 സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തിക്കി കയറ്റാം. പക്ഷേ നമുക്കൊരിക്കലും പറ്റില്ല. ഇത് കുറച്ച് ഫോഴ്സ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറ്റാനായിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ആരെങ്കിലും, നമ്മുടെ മുതിർന്നവരോടോ, അതായത് നമ്മുടെ ഹസ്ബൻഡിനോടോ അച്ഛനോടോ ആരെങ്കിലും പറഞ്ഞ് ഇങ്ങനെ ഒന്ന് കയറ്റിക്കുക. നമുക്ക് എന്തായാലും ഇത് ബലം പിടിച്ച് ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ കയറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സ്ക്രൂ ഡ്രൈവറിൻ്റെ ഈ മൂല ഇതിൽ കൊണ്ട് ഇത് കട്ട് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഇത് കയറ്റുമ്പോൾ ഈ 2 അറ്റം വെച്ചിട്ട് ഇതിങ്ങനെ ഉള്ളിലേക്ക് വെച്ച് തിക്കി വേണം ഇങ്ങനെ കയറ്റാനായിട്ട്. ഇനി നമ്മളിപ്പോൾ ഈ ബെൽറ്റ് ഇതിൻ്റെ അകത്തേക്ക് കയറ്റുമ്പോൾ കുറച്ച് ബലം പിടിച്ചാൽ, അതായത് നമ്മൾ ഈ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇങ്ങനെ ബലം പിടിച്ച് ഇട്ടാലും കുഴപ്പമില്ല. ഇത് 2ആയിട്ട് കട്ട് ചെയ്ത് പോവില്ല. ഇതിൻ്റെ ഈ അറ്റം കൊണ്ടാൽ മാത്രമേ അത് ചാൻസ് ഉള്ളൂ കട്ട് ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും ഇടുമ്പോൾ കുറച്ച് ബലം പിടിച്ചാലും കുഴപ്പമില്ല.
ഈ മെത്തേഡിലാണ് നിങ്ങൾ ബെൽറ്റ് ഈ ഗ്യാപ്പിലേക്ക് കയറ്റുവാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴും ഈ ബെൽറ്റ് വാങ്ങിക്കുമ്പോൾ കുറച്ച് കൂടിയ ബെൽറ്റ് വാങ്ങിക്കുക. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തിക്കി ഉള്ളിലേക്ക് കയറ്റുമ്പോൾ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും കുറച്ച് വില കൂടിയത് വാങ്ങിക്കുക. അപ്പോൾ ഇനി ബെൽറ്റ് ഇടേണ്ട രണ്ടാമത്തെ മെത്തേഡിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. മറ്റേത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, നമുക്കത് ബലം പിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വളരെ പ്രയാസമാണ്. പക്ഷേ ഇത് നമുക്ക് സ്ത്രീകൾക്ക് നമുക്ക് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ സ്ക്രൂ അഴിക്കണം. ഈ സ്ക്രൂ ലെഫ്റ്റിലേക്ക് തിരിച്ച് അഴിക്കുക. ഇത് ആദ്യമേ അഴിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സ്ക്രൂ പോരാൻ വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് മിഷൻ ഓയിൽ ഈ ഭാഗത്ത് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് പോരും, ഈസി ആയിട്ട് നമുക്കത് അഴിക്കാൻ പറ്റും. ആദ്യമേ സ്ക്രൂ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ലിവർ പൊക്കി വെക്കണം. എന്നിട്ട് വേണം നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം ഇതിങ്ങനെ ലെഫ്റ്റിലേക്ക് തിരിക്കാനായിട്ട്. ആദ്യമായിട്ട് തിരിക്കുമ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും പോരാനായിട്ട്. അപ്പോൾ ഒരു തുണി വെച്ചിട്ട് തുണി പിടിച്ചിങ്ങനെ തിരിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കിത് ഊരാൻ സാധിക്കും. നമ്മളിവിടെ പ്രസ് ചെയ്യാണ്ട് ഇത് ഊരാൻ ശ്രമിക്കരുത്. ഊരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കറങ്ങും, പിന്നെ നമുക്കത് ഊരാൻ പറ്റില്ല. അതിനാണ് ഞാൻ ആദ്യമേ ഇവിടെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം ഇതിങ്ങനെ ലെഫ്റ്റിലേക്ക് തിരിക്കാനെന്ന് പറഞ്ഞത്. അപ്പോൾ ഊരിയെടുത്തു. എന്നിട്ട് ഈ ഭാഗം ഊരാം. ഇതും ഊരി മാറ്റി. ഇത് വാഷറാണ്. എന്നിട്ട് ഇങ്ങനെ ഊരിയെടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഗ്യാപ്പിലേക്ക് നമ്മുടെ ബെൽറ്റ് വെക്കലാണ്. അപ്പോൾ നമ്മൾ ഏതായാലും ഈ ഭാഗമൊക്കെ അഴിച്ച സ്ഥിതിക്ക് നമുക്ക് ഈ ഗ്യാപ്പിലേക്കൊക്കെ കുറച്ച് വൈറ്റ് ഗ്രീസ് ഇടുന്നത് വളരെ നല്ലതായിരിക്കും. മെഷീൻ കുറച്ച് ഫ്രീ ആകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ചവിട്ടി തയ്ക്കാൻ പറ്റും. അതുപോലെ മോട്ടർ വെക്കുമ്പോഴാണെങ്കിലും നല്ല സ്മൂത്ത്നെസ് കിട്ടും. എനിക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഈ വൈറ്റ് പീസ് ഏത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും എന്ന് പറഞ്ഞ്. അതിപ്പോൾ എല്ലാ ഹാർഡ്വെയർ ഷോപ്പിലും കിട്ടും. ഒരു ചെറിയ ടിന് 10 അധികം വിലയൊന്നുമില്ല, 10 രൂപയുള്ളൂ അത്. അപ്പോൾ നമ്മൾ അത് കൈകൊണ്ട് തന്നെ ഈ ഗ്യാപ്പിലേക്കൊക്കെ കുറച്ച് ഇടുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ മെഷീനിൽ ഞാൻ ഈ ഗ്യാപ്പിൽ വരെ വൈറ്റ് ഗ്രീസ് തേച്ചിട്ടുണ്ട്. കാര്യം കുറച്ച് നല്ല ഫ്രീ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളത് ചെയ്യുക. ഓക്കെ, നമുക്കിനി ഈ ബെൽറ്റ് ഈ ഗ്യാപ്പിലേക്ക് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ബെൽറ്റ് ഇട്ടു. എന്നിട്ട് രണ്ടാമത് ഇത് ഫിറ്റ് ചെയ്യാണ്. താഴത്തേക്ക് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് വേണം ഈ ഗ്യാപ്പിലേക്ക് ഇത് കയറ്റാനായിട്ട്. ഇതിങ്ങനെ താഴത്തേക്ക് വലിച്ചു പിടിച്ചു. എന്നിട്ട് നമുക്കിനി വാഷർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വാഷർ ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ 2 ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇത് നോക്കുക, ഇതിനും ഈ 2 ഗ്യാപ്പ് ഈ കറക്റ്റ് ഈ ഒരു പൊസിഷനിൽ വരത്തക്ക രീതിയിൽ വേണം ഇത് വെക്കാനായിട്ട്. ഈ വാഷറിന് അകവും പുറവുമുണ്ട്. ഞാൻ ഒന്നുകൂടി എടുത്ത് കാണിക്കുകയാണ്. നമ്മളെപ്പോഴും ഇത് കണക്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഉള്ളിലേക്ക്, അതായത് ഇത് രണ്ടും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും, ഇത് ഉള്ളിലേക്ക് തള്ളിയാണ് ഇരിക്കുന്നത്. ആ ഭാഗം വേണം ഇങ്ങനെ വെക്കാനായിട്ട്. ഞാനിപ്പോൾ തിരിച്ചൊന്നിട്ട് കാണിക്കുകയാണ്. ഇപ്പോൾ തിരിച്ച് ഒന്ന് ഇടുകയാണ്. ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് ടൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിങ്ങനെ ഉന്തി പുറത്തേക്ക് നിൽക്കും. ഈ 2 ഭാഗവും ഉന്തി പുറത്തേക്ക് നിൽക്കും. അങ്ങനെ ഒരിക്കലും നിൽക്കാൻ പാടില്ല. ഇത് ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇങ്ങനെ വെച്ച് നമ്മൾ ഇങ്ങനെ വെച്ചാലും ഇരിക്കും. പക്ഷേ നമുക്ക് ഈ ഒരു ഭാഗം ഇതേപോലെ തിരിച്ച് റൈറ്റിലേക്ക് തിരിച്ച് ടൈറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങളിത് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ 2 ഭാഗം ഉള്ളിലേക്ക് തള്ളിയിരിക്കത്തക്ക രീതിയിൽ വേണം ഇതിങ്ങനെ വെക്കാനായിട്ട്, ഈ വാഷർ ഇവിടെ ഫിറ്റ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്കിത് ടൈറ്റായിട്ട് മുറുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം ഇതിങ്ങനെ മുറുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഇതിങ്ങനെ കറങ്ങിക്കളിക്കും. നമുക്കത് ഇത് ഉരുമ്പോഴാണെങ്കിലും മുറുക്കുമ്പോഴാണെങ്കിലും വളരെ നന്നായിട്ട് ഈ വീലിലൊന്ന് പിടിച്ചിട്ട് വേണം ടൈറ്റ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഈ സ്ക്രൂ ഇവിടെ കയറ്റാം. അപ്പോൾ നമ്മൾ ബെൽറ്റ് ഈ ഗ്യാപ്പിൽ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മോട്ടർ ഇവിടെ ഫിക്സ് ചെയ്യലാണ്. അപ്പോൾ നമ്മൾ മോട്ടർ മെഷീനുമായിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ആദ്യമേ ഈ സ്ക്രൂ ഇങ്ങനെ വെക്കാം. നമ്മളപ്പോൾ മോട്ടർ കണക്ട് ചെയ്യാൻ പോവുകയാണ്.
അപ്പോൾ കണക്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഈ ബെൽറ്റ് കറക്റ്റ് ഈ ഗ്യാപ്പിൽ വരത്തക്ക രീതിയിൽ വേണം വെക്കാനായിട്ട്. ഇത് തെന്നി നിൽക്കരുത്. അതായത് ഈ ഗ്യാപ്പിലേക്കൊക്കെ കയറി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ബെൽറ്റ് കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ മോട്ടർ കണക്ട് ചെയ്യുന്നത്. ആദ്യമേ ഈ ബെൽറ്റ് ഈ ഗ്യാപ്പിൽ വെക്കുക. എന്നിട്ടാണ് നമ്മളിവിടെ സ്ക്രൂ മുറുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഗ്യാപ്പിൽ ബെൽറ്റ് കറക്റ്റായിട്ട് ഇട്ടു. ഇതിനേക്ക് മുമ്പ് കറക്റ്റ് ബെൽറ്റിൻ്റെ സ്ഥാനം നോക്കണം. ഈ ഒരു ഗ്യാപ്പിൽ തന്നെ വരണം, തെന്നി മാറി പോകാതെ. നമ്മളിത് ടൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിങ്ങനെ മാറി അതിൻ്റെ പൊസിഷൻ മാറാൻ പാടില്ല. കറക്റ്റ് ആ ഗ്യാപ്പിൽ തന്നെ വരത്തക്ക രീതിയിൽ ബെൽറ്റ് വെക്കുക. എന്നിട്ട് ഈ ഗ്യാപ്പിൽ ബെൽറ്റ് കയറ്റുക. എന്നിട്ട് നമ്മൾ സ്ക്രൂ ചെയ്യാൻ പോവുകയാണ്. നമ്മളപ്പോൾ ആദ്യമേ തന്നെ വാഷർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടായിരുന്നു. ഇനി നമ്മൾ ഈ ഗ്യാപ്പിൽ സ്ക്രൂ വെച്ചിട്ട് കൈ കൊണ്ട് മാക്സിമം ഇത് മുറുക്കുക. നമ്മൾ മോട്ടർ വെക്കുമ്പോൾ ഇവിടെ കറക്റ്റ് നേരെ വെച്ചിട്ട് വേണം ഇവിടെ മുറുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കൈ കൊണ്ട് മാക്സിമം മുറുക്കുകയാണ്. അപ്പോൾ ഞാൻ കൈ കൊണ്ട് മാക്സിമം മുറുക്കി കഴിഞ്ഞു. ഇനി നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് മുറുക്കാൻ പോവുകയാണ്. അപ്പോൾ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് വെച്ച് മുറുക്കുമ്പോൾ നമ്മൾ ഈ മോട്ടർ നല്ലവണ്ണം താഴത്തേക്ക് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് വേണം ഇവിടെ മുറുക്കാനായിട്ട്. ഇനി നമ്മൾ താഴത്തേക്ക് മോട്ടർ പ്രസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബെൽറ്റ് ലൂസായി പോകും. അപ്പോൾ നമുക്ക് ചവിട്ടുമ്പോൾ സ്പീഡ് കിട്ടില്ല. വളരെ സ്ലോവിൽ, അതായത് നമ്മൾ ചവിട്ടി തയ്ക്കുന്നതിലും സ്ലോവിൽ നമുക്ക് മെഷീൻ പോവുകയുള്ളൂ. അപ്പോൾ എപ്പോഴും ഇതിങ്ങനെ സ്ക്രൂ ഡ്രൈവറോട് ടൈറ്റ് ചെയ്യുന്ന മുമ്പായിട്ട് മോട്ടർ നല്ലവണ്ണം താഴത്തേക്ക് ഇങ്ങനെ പിടിച്ചതിന് ശേഷമാണ് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് മുറിക്കേണ്ടത്. സ്ക്രൂ ഡ്രൈവർ കൊണ്ട് റൈറ്റിലേക്ക് നന്നായിട്ട് തിരിച്ച് ടൈറ്റ് ചെയ്യുകയാണ്. നല്ലവണ്ണം സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ടൈറ്റ് ചെയ്യുക. നമ്മൾ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെൽറ്റ് അതനുസരിച്ച് ലൂസായി പോകും. ഓക്കെ, നമ്മളിപ്പോൾ മോട്ടർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഈ ഭാഗമാണ് മോട്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യമേ ഇതൊന്ന് താഴത്തേക്ക് വെക്കുകയാണ്. നമ്മൾ കാല് വെക്കുന്ന ആ ഭാഗത്തേക്ക് വെക്കുക. എന്നിട്ട് ഈ ഭാഗം അതായത് ഈ ഭാഗം ഈ ഗ്യാപ്പിലൂടെ എടുക്കുക. എന്നിട്ട് അതിവിടെ കണക്ട് ചെയ്യണം. ഇവിടെ കണക്ട് ചെയ്യാൻ നേരത്ത് ഈ ഒരു ഗ്യാപ്പ് താഴെ വരത്തക്ക രീതിയിൽ വേണം കണക്ട് ചെയ്യാനായിട്ട്. ഇതിങ്ങനെ കയറുകയുള്ളൂ. നമ്മളിതിപ്പോൾ തിരിച്ചാണെങ്കിൽ ഇത് കയറില്ല, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയില്ല. അപ്പോൾ അത് നിങ്ങൾ നോക്കി കണക്ട് ചെയ്യുക. ഈ ഭാഗം കണക്ട് ചെയ്തു. ഇനി ഈ പവർ കോഡ് ഓൺ ചെയ്യാം. നമുക്കൊന്ന് തയ്ച്ച് നോക്കാം. ഞാനൊന്ന് മെഷീനൊന്ന് തയ്ച്ച് നോക്കിയാണ്. മോട്ടർ വെച്ച മെഷീൻ ഒന്ന് തയ്ച്ച് നോക്കിയാണ്. വേസ്റ്റ് തുണി എടുത്തു സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ഫാസ്റ്റിലാണ് ഇപ്പോൾ എനിക്ക് തയ്ക്കാൻ പറ്റുന്നത്. അത് ഞാനിവിടെ ബെൽറ്റ് നല്ലോണം ടൈറ്റ് ആക്കിയത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നിങ്ങൾ തയ്ക്കുമ്പോൾ വളരെ സ്ലോയിലാണ് മെഷീൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ഈ മോട്ടർ നന്നായിട്ട് താഴേക്ക് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ടൈറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മോട്ടർ ടൈറ്റ് ചെയ്യുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേണം ടൈറ്റ് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ കറണ്ടിൽ പ്രവർത്തിക്കുന്ന അതൊരു ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങളത് സ്വിച്ച് ഓഫ് ചെയ്യുക. എന്നിട്ട് വേണം കൈ പിടിച്ച് താഴേക്ക് ഇത് പ്രസ് ചെയ്ത് മുറുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മോട്ടർ ഫിക്സിങ്ങിൻ്റെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കുറച്ച് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അതിപ്പോൾ എനിക്ക് എഴുതി നിങ്ങൾക്കത് റിപ്ലൈ തരികയാണെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് ക്ലിയർ ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊന്ന് പറയുകയാണ്. ഒരു കമൻറ്റ് ഈ ഭാഗത്ത് പിടുത്തം വന്നു, അതായത് ഫസ്റ്റ് വീല് കറക്കുമ്പോൾ ഇവിടെ പിടുത്തം വരുന്നു എന്നൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബെൽറ്റ് ഇടാൻ വേണ്ടി ഈ ഭാഗങ്ങളെല്ലാം അഴിച്ചല്ലോ, ആ ഭാഗത്ത് കുറച്ച് വൈറ്റ് ഗ്രീസ് നമ്മൾ നല്ലവണ്ണം അതിൻ്റെ ഉള്ളിലൊക്കെ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ പിടുത്തം മാറിക്കിട്ടും. നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് തയ്ക്കാൻ പറ്റും. അഴിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അഴിക്കേണ്ട. ചിലപ്പോൾ നിങ്ങളിത് സ്ക്രൂ ഡ്രൈവറിലൂടെ തിക്കിയാണ് ഈ ബെൽറ്റ് ഇടുന്നതെങ്കിൽ ഈ ഭാഗം അഴിക്കേണ്ട. ഈ ഒരു ഗ്യാപ്പ് അഴിച്ചാൽ മതി. ഈ സ്ക്രൂ അഴിക്കുക. എന്നിട്ട് ഈ ഭാഗം മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് വൈറ്റ് ഗ്രീസ് നന്നായിട്ട്, ഇപ്പോൾ ഞാൻ എൻ്റെ മെഷീൻ്റെ ഉൾഭാഗത്ത് ഈ മഞ്ഞ കളറിൽ കാണുന്നത് വൈറ്റ് ഗ്രീസാണ് അടിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഭാഗം
നമുക്ക് നല്ല അഴഞ്ഞു കിട്ടും. ഇവിടെ പിടുത്തം വരില്ല. ഈ ഭാഗത്ത് ചില മെഷീനിൽ ഈ ഭാഗത്ത് ഭയങ്കര പിടുത്തം ഉണ്ടാകും. അത് ഇതിന്റെ ഓയിൽ ഉള്ളിൽ ഇട്ട് കൊടുക്കാത്ത മൂലമാണ് അങ്ങനെ. പിന്നെ അത് മാത്രമല്ല ഇവിടേക്ക് നമ്മൾ ഗ്രീസ് ഇടുന്നത് നമ്മുടെ മോട്ടറിന് നല്ലതാണ്. അത് കുറച്ചുകൂടി മോട്ടർ കുറച്ചുകൂടി ലൈഫ് കിട്ടും. ഓക്കെ, അപ്പോൾ ആ കമന്റിന് റിപ്ലൈ കഴിഞ്ഞു. ഇനി അടുത്തത് സ്റ്റിച്ച് ചെറുതാക്കാനും വലുതാക്കാനും. അത് ഈ ഭാഗമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതായിരുന്നു. നമുക്ക് ഏറ്റവും മുകളിലേക്ക് ഈ ഭാഗം ഞാനിപ്പോൾ ഇതൊന്ന് ലൂസ് ചെയ്യാണ്. അതായത് ഇത് ലൂസ് ചെയ്ത് ഏറ്റവും മുകളിലേക്ക് കയറ്റി നമ്മൾ മുറുക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ സ്റ്റിച്ച്, താഴത്തേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയ സ്റ്റിച്ച്. ഇതിൻ്റെ ഇടക്കുള്ള സ്റ്റിച്ചിങ് ആണ് ഇത്. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ ഇഷ്ടത്തിന് മുറുക്കുകയോ അല്ലെങ്കിൽ ടൈറ്റ് ചെയ്യുകയോ ചെയ്യാം. അതായത് ഏറ്റവും കുറച്ചും വെക്കാം. ആ ചോദ്യത്തിനുള്ള ഉത്തരവും കഴിഞ്ഞു. ഇനി അടുത്തൊരു കമൻറ്റ്, സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇടയ്ക്ക് വലിയ സ്റ്റിച്ച് വരുന്നു എന്നതായിരുന്നു. അതിൻ്റെ മെയിൻ കാരണം നമ്മൾ സൂചി ഇടുന്നതിൻ്റെ അലൈൻമെൻറ്റ് മൂലമാണ്. സൂചി കറക്റ്റ് ആയിട്ട് ആ പൊസിഷനിൽ ഇടുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വലിയ സ്റ്റിച്ച് വരില്ല. ഓക്കെ, മോട്ടോർ ഫിക്സിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. താങ്ക്